കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കേന്ദ്ര സർക്കാരിന് കീഴിലെ സ്ഥാപനമായ ദൂരദർശൻ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. സിനിമയുടെ ആശയം മുസ്ലിങ്ങൾക്കെതിരെയാണ്. കേരളത്തെ അപകീർത്തിപ്പെടുത്തുക എന്നതും സിനിമയുടെ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ദൂരദർശനിലെ പ്രദർശനമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം എന്ന് വരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കും വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. അത് കേരളം തള്ളിക്കളഞ്ഞെങ്കിലും ഇപ്പോഴത്തെ ഇന്ത്യയിലാകെ മുസ്ലിം വിരുദ്ധതയുടെയും കേരള വിരുദ്ധതയുടെയും ഭാഗമായിട്ട് പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇക്കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വളരെ കാര്യമായിട്ടൊരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ SDP UDFുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമാണ്. ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ കൃത്യത വരുത്താതെ പ്രതിപക്ഷ നേതാവും KPCC ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന MM വാസനും ചേർന്ന് ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി. എന്നിട്ട് SDPIയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.